ഡിയർ സ്റ്റുഡൻസ്, ബിപിൻ ചന്ദ്രയുടെ മോഡേൺ ഇന്ത്യയിലെ 7ാമത്തെ ചാപ്റ്ററാണ് 1857 കലാപം, അതായത് ദ റിവോൾട്ട് ഓഫ് 1857. നമുക്ക് 2 ചാപ്റ്റർ മുന്നത്തത് പറയാനുണ്ട്. പക്ഷേ ഈ ഒരു ചാപ്റ്റർ പല കുട്ടികളും ആവശ്യപ്പെട്ടതിൻ്റെ ബേസിലാണ് ഇപ്പോൾ എടുക്കുന്നത്. നമുക്ക് 1857 ശക്തമായിട്ടുള്ള ഒരു ജനകീയ വിപ്ലവം ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ബ്രിട്ടീഷ് ഭരണത്തെ ഏതാണ്ട് തുടച്ചു നീക്കി. ശിപ്പായിമാരുടെ അഥവാ കമ്പനി സൈന്യത്തിലെ ഇന്ത്യക്കാരായ പട്ടാളക്കാരുടെ ഒരു ലഹളയായിട്ടാണ് ഇത് തുടങ്ങിയത്. എന്നാൽ അത് വേഗത്തിൽ വിസ്തൃതമായുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയും സാമാന്യ ജനങ്ങളെ അതിൽ പങ്കുകൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് കർഷകരും കൈവേലക്കാരും സൈനികരും ഒരു വർഷത്തിലേറെക്കാലം ധീരമായി പൊരുതി അവരുടെ മാതൃകാപരമായ ധീരതയും ബലിയും ഇന്ത്യയിലെ ജനങ്ങളുടെ ചരിത്രത്തിലെ മഹത്തായ ഒരു അധ്യായം എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. 1857 ശക്തമായുള്ള ഒരു ജനകീയ വിപ്ലവം ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും പൊട്ടിപ്പുറപ്പെട്ടു. അത് ബ്രിട്ടീഷ് ഭരണത്തെ ഏതാണ്ട് തുടച്ചു നീക്കാൻ സഹായിച്ചു. ശിപ്പായിമാരുടെ അഥവാ കമ്പനി സൈന്യത്തിലെ ഇന്ത്യക്കാരായ പട്ടാളക്കാരുടെ ഒരു ലഹളയായിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. എന്നാൽ അതിവേഗത്തിൽ ഇത് വിസ്തൃതമായ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയും സാമാന്യ ജനങ്ങളെ അതിലേക്ക് പങ്കുകൊള്ളിക്കുകയും ചെയ്തു. ദശലക്ഷക്കണക്കിന് കർഷകരും കൈവേലക്കാരും സൈനികരും ഒരു വർഷത്തിലേറെ കാലം ധീരമായി പൊരുതി അവരുടെ മാതൃകാപരമായ ധീരതയും ബലിയും ഇന്ത്യയിലെ ജനങ്ങളുടെ ചരിത്രത്തിലെ മഹത്തായിട്ടുള്ള ഒരു അധ്യായം എഴുതി ചേർക്കുകയാണ് ഉണ്ടായത്. എന്താണ് ഇതിൻ്റെ പൊതുവായിട്ടുള്ള കാരണങ്ങൾ, എന്താണ് ജനറൽ കോസസ് എന്താണെന്ന് നോക്കാം നമുക്ക്. 1857 കലാപം ശിപ്പായിമാരുടെ അതൃപ്തിയിൽ നിന്നുളവായതിനേക്കാൾ അതിലപ്പുറം പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ സാമ്രാജ്യ ഭരണത്തിൻ്റെ സ്വഭാവത്തിൻ്റെയും നയങ്ങളുടെയും കമ്പനി ഭരണത്തിനെതിരായ ജനങ്ങളുടെ പരാതികളുടെയും വിദേശ ഭരണത്തിനോടുള്ള വെറുപ്പിൻ്റെയും ഒരു ഉൽപ്പന്നമായിരുന്നു. ഒരു നൂറ്റാണ്ടിലേറെ കാലം ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തെ പടിപടിയായി കീഴടക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുടെ ഇടയിൽ വിദേശ ഭരണത്തിനെതിരെ പൊതുവായിട്ടുള്ള അസംതൃപ്തിയും വിദ്വേഷവും ശക്തി പ്രാപിച്ചു. ഈ ഒരു അസംതൃപ്തിയാണ് ശക്തമായിട്ടുള്ള ജനകീയ കലാപമായിട്ട് മാറിയത്. 1857 കലാപം ശിപ്പായിമാരുടെ അതൃപ്തിയിൽ നിന്നുള്ളതാണെങ്കിലും അതിനേക്കാൾ കാരണങ്ങളുണ്ടായിരുന്നു. കാരണം സാമ്രാജ്യ ഭരണത്തിൻ്റെ സ്വഭാവവും അതിൻ്റെ നയങ്ങളും കമ്പനി ഭരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പരാതികൾ വർദ്ധിക്കാൻ കാരണമായി. ഒരു നൂറ്റാണ്ടിലേറെ കാലം ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തെ പടിപടിയായിട്ട് കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുടെ ഇടയിൽ വിദേശ ഭരണത്തിനെതിരെ പൊതുവായിട്ടുള്ള അതൃപ്തിയും വിദ്വേഷവും വ്യാപിക്കുകയാണ്. ഈ അതൃപ്തിയാണ് ശക്തമായ ജനകീയ കലാപമായിട്ട് മാറിയത്. അപ്പോൾ ഒരു പക്ഷേ പൊതുവായ അതൃപ്തിയുടെ പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷുകാർ രാജ്യത്തെ സാമ്പത്തികമായി ചൂഷണം ചെയ്തതും പരമ്പരാഗത സാമ്പത്തിക ഘടനയെ പൂർണ്ണമായിട്ട് തകർത്തതുമായിരിക്കും. ഇവ രണ്ടും കർഷകരും കൈവേലക്കാരും കൈത്തൊഴിലുകാരുമായുള്ള സാമാന്യ ജനങ്ങളെ, അതുപോലെ പരമ്പരാഗത ജമീന്ദാർമാരെ ഇവരെല്ലാം തന്നെ എന്താക്കി, ദരിദ്രരാക്കി മാറ്റി. ആദ്യകാല ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ നാശകരമായ സാമ്പത്തിക അനന്തര ഫലങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് ഈ കാരണങ്ങളൊക്കെ തന്നെ ഇവർക്കെതിരെ തിരിക്കാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിച്ചു. പൊതുവായിട്ടുള്ള മറ്റ് കാരണങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭൂനയവും ഭൂനികുതി നയവും ഭരണ നിയമവ്യവസ്ഥകളുമാണ്. ഉയർന്ന ഭൂനികുതി നിർണയത്തിന് വിധേയരായിട്ടുള്ള കർഷക ഭൂ ഉടമകൾ കച്ചവടക്കാർക്കും പണമിടപാട് ഭൂമി നഷ്ടപ്പെടുത്തേണ്ടി വരികയും പ്രതീക്ഷിക്കാത്തത്ര കടക്കണിയിലേക്ക് അവർ അകപ്പെടുകയും ചെയ്തു. ഇതെല്ലാം തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. പഴയ ജമീന്ദാർമാരെയും കർഷകരെയും തമ്മിൽ ബന്ധിപ്പിച്ച പാരമ്പര്യ ബന്ധങ്ങളൊന്നും ഇല്ലാതിരുന്ന പുതിയ ഭൂവുടമകൾ പാട്ടം നാശകരമായ നിലയിലേക്ക് ഉയർത്തുകയും കുടിശ്ശിക വരുത്തി കർഷകരെ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കർഷകരുടെ സാമ്പത്തിക നാശം 1770 മുതൽ 1857 വരെ ഉണ്ടായിട്ടുള്ള 12 വൻ ക്ഷാമങ്ങളിലും അനേകം ചെറുക്ഷാമങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ പല ജമീന്ദാർമാരെയും ഉയർന്ന ഭൂനികുതി ആവശ്യപ്പെട്ടുകൊണ്ട് ശല്യപ്പെടുത്തുകയും ജമീന്ദാരി ഭൂമിയും അവകാശങ്ങളും ഗ്രാമങ്ങളിലുള്ള സ്ഥാനവും പിടിച്ചെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ സ്ഥാനത്ത് അപരിചിതരായിട്ടുള്ള പുറമേ നിന്നുള്ളവർ, ഉദ്യോഗസ്ഥരെ, കച്ചവടക്കാര്, പണമിടപാടുകാര് ഇവരൊക്കെ വന്നപ്പോൾ അവർക്ക് വന്ന നഷ്ടത്തിൽ അവർക്ക് ഭയങ്കര
ദേഷ്യം തോന്നി ആരോട്? ബ്രിട്ടീഷുകാരോട്. അതിനോടൊപ്പം ഭരണത്തിൻ്റെ താഴ്ന്ന തട്ടുകളിലെ അഴിമതി കൊണ്ട് സാമാന്യ ജനങ്ങളും ദുരിതം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസും താഴ്ന്ന ഉദ്യോഗസ്ഥരും കീഴ്ക്കോടതിയും അഴിമതിക്ക് കുപ്രസിദ്ധരായിട്ടുള്ള വ്യക്തികളായിരുന്നു. ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ വില്യം എഡ്വേർഡ് കലാപത്തിന്റെ കാരണത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പോലീസ് ജനങ്ങളെ തലവേദന ആയിരുന്നുവെന്നും അവരുടെ പീഡനങ്ങളും നിർബന്ധ പിരിവുകളും നമ്മുടെ ഗവൺമെന്റിനോട് അതൃപ്തി തോന്നാനുള്ള മുഖ്യ കാരണങ്ങളിൽ ഒന്നായിരുന്നു എന്നും അദ്ദേഹം എഴുതുന്നുണ്ട്. കർഷകരുടെയും ജമീന്ദാർമാരുടെയും ചിലവിൽ സമ്പന്നരാകാനുള്ള ഒരു അവസരവും താഴ്ന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ സങ്കീർണമായ നീതിന്യായ സമ്പ്രദായം പാവങ്ങളെ ദ്രോഹിക്കാൻ സമ്പന്നർക്ക് കഴിയുന്ന തരത്തിലുള്ളതായിരുന്നു. പാട്ടത്തിലോ ഭൂനികുതിയിലോ കടത്തിന്മേലുള്ള പലിശയിലോ കുടിശ്ശിക വന്നാൽ കർഷകരെ അടി, പീഡനം, ജയിൽവാസം എന്നിവയ്ക്ക് വിധേയമാക്കുന്നത് സാധാരണയായിരുന്നു. അങ്ങനെ ജനങ്ങളുടെ വർദ്ധിച്ചു വന്ന ദാരിദ്ര്യം അവരെ പരിഭ്രാന്തരാക്കുകയും നില മെച്ചപ്പെടുത്തുന്നതിന് കലാപത്തോട് ഒപ്പം ചേരാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ത്യൻ സമൂഹത്തിലെ പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലെ മധ്യവർഗക്കാരും ഉയർന്ന വർഗക്കാരും ഭരണത്തിലെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടതുകൊണ്ട് അവരും ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഇന്ത്യക്കാരെ ഉയർന്ന ഭരണ നീതിന്യായ ജോലികളിൽ നിയമിച്ചിരുന്ന ഇന്ത്യയിലെ രാജ്യങ്ങളുടെ ക്രമേണയുള്ള ഇല്ലാതാകൽ അവരുടെ ജീവനമാർഗം ഇല്ലാതാക്കാൻ തുടങ്ങി. സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ ജീവനം നേടിയവരായിട്ടുള്ള വ്യക്തികളുടെയും ജീവിതമാർഗം ബ്രിട്ടീഷ് ഭരണം മൂലം ഇല്ലാതെയാക്കി. അപ്പോൾ ഇന്ത്യക്കാരായ ഭരണാധികാരികൾ കലകളെയും സാഹിത്യത്തെയും പരിപോഷിപ്പിക്കുകയും പണ്ഡിതരെയും മതപ്രഭാഷകരെയും സ്വാമിമാരെയും സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഭരണാധികാരിയുടെ സ്ഥാനത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നപ്പോൾ ഈ ഒരു സംരക്ഷണം ഇല്ലാതാവുകയും അവരെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ഇത്തരം കലാകാരന്മാരും സാഹിത്യകാരന്മാരും അതുപോലെ മത നേതാക്കന്മാരും ഒക്കെ തന്നെ അവർ ദുരിതത്തിലാവുകയും ചെയ്തു. ഭാവി അനിശ്ചിതത്തിലായ മതപ്രഭാഷകരും പണ്ഡിറ്റുകളും മൗലവിമാരും വിദേശ ഭരണത്തിനെതിരായിട്ട് ശക്തമായിട്ട് വാദിക്കാൻ തുടങ്ങി. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ വിദേശ സ്വഭാവം തന്നെയാണ് അതിൻ്റെ കുപ്രസിദ്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് വിദേശികളായി തന്നെ അവരെന്നും നിലനിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അവരും ഇന്ത്യക്കാരും തമ്മിൽ സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളോ വിനിമയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. മുമ്പുണ്ടായിരുന്ന വിദേശാധിപത്യക്കാരിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യയിലെ ഉയർന്ന വർഗ്ഗക്കാരോട് പോലും അവർ സാമൂഹികമായി ഇടകലരാതെ പകരം വംശീയമായി മേന്മയേറിയവരാണെന്നുള്ള ഒരു തോന്നലായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യക്കാരെ പുച്ഛത്തോടെയും അഹങ്കാരത്തോടെയും കൈകാര്യം ചെയ്യുകയും ചെയ്തു. സയ്യിദ് അഹമ്മദ് ഖാൻ പറഞ്ഞത്, ഏറ്റവും ഉയർന്ന നിലയിലുള്ള നാട്ടുകാർ പോലും ഉൾഭയത്തോടെയും വിറയലോടും കൂടി അല്ലാതെ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും തങ്ങളൊരു വലിയ ആൾക്കാരാണെന്നുള്ള ഒരു ധാരണയിലായിരുന്നു അവർ നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിനൊക്കെ ഉപരിയായിട്ട് ബ്രിട്ടീഷുകാർ വന്നത് താമസം ഉറപ്പിക്കാനോ ഇന്ത്യയെ അവരുടെ ഭവനമാക്കാനോ ആയിരുന്നില്ല. അവരുടെ പ്രധാന ലക്ഷ്യം ധനികരാക്കുകയും ആ ധനവുമായി ബ്രിട്ടനിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുക എന്നത് മാത്രമായിരുന്നു. പുതിയ ഭരണാധികാരികളുടെ അടിസ്ഥാന വിദേശ സ്വഭാവങ്ങളെക്കുറിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ബ്രിട്ടീഷുകാർ തങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നവരാണെന്ന് അവർക്ക് മനസ്സിലാവുകയും അവരുടെ എല്ലാ പ്രവൃത്തികളെയും അവർ സംശയത്തോടെ നോക്കിക്കാണുകയും ചെയ്തു. അങ്ങനെ അവർക്ക് അവ്യക്തമായ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം അവരിൽ വളർന്നു വരികയും ഇത് ലഹളയ്ക്ക് മുമ്പ് ബ്രിട്ടീഷുകാർക്കെതിരെ ഉയർന്ന അനേക ജനകീയ കലാപങ്ങളിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്തത്. അപ്പം ജനങ്ങളുടെ ഇടയിൽ അതൃപ്തി വളർന്ന ഈ കാലഘട്ടം ബ്രിട്ടീഷ് ആയുധശക്തിയുടെ പ്രാധാന്യത്തെ കുറയ്ക്കുന്ന ചില സംഭവങ്ങളോട് ഒത്തുവരികയും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ നാളുകൾ അവസാനിക്കാറായി എന്ന് വിശ്വസിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഒന്നാം അഫ്ഗാൻ യുദ്ധം 1838 to 42 പഞ്ചാബ് യുദ്ധം 1845 മുതൽ 49 വരെയുള്ള കാലത്താണ്. ക്രീമിയർ യുദ്ധം 54 to 56 കാലത്താണ്. ഈ യുദ്ധങ്ങളിലെല്ലാം ബ്രിട്ടീഷ് സൈന്യത്തിന് വലിയ തിരിച്ചടി അനുഭവിക്കേണ്ടി വന്നു. 1855-56 ബീഹാറിലെയും ബംഗാളിലെയും സാന്താൾ വർഗ്ഗക്കാർ കോടാലികളും വില്ലുകളും അമ്പുകളുമായിട്ട് കലാപമുയർത്തുകയും തങ്ങളുടെ പ്രദേശത്ത് നിന്ന് ബ്രിട്ടീഷ് ഭരണത്തെ താൽക്കാലികമായിട്ട് അവർ എന്ത് ചെയ്തു, പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ യുദ്ധങ്ങളിലെല്ലാം ആത്യന്തികമായി ബ്രിട്ടീഷുകാർ വിജയിക്കുന്നുണ്ട്. സാന്താൾ കലാപത്തെ അവർ അടിച്ചമർത്തുകയും ചെയ്യുന്നുണ്ട്. പ്രധാന പോരാട്ടങ്ങളിൽ ബ്രിട്ടീഷുകാർ സഹിച്ച നാശങ്ങൾ ഏഷ്യക്കാരുടെ സൈന്യത്തിന് പോലും നിശ്ചയദാർഢ്യത്തോടെയുള്ള പോരാട്ടത്തിലൂടെ ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ജനങ്ങൾക്കൊരു
ധൈര്യം കൊടുക്കുകയാണ് ചെയ്തത്. ഈ വിപ്ലവങ്ങളെല്ലാം താൽക്കാലികമായിട്ട് അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ജനതയ്ക്കിടയിൽ തങ്ങൾക്ക് അവരെ ഒന്നിച്ചു നിന്നാൽ തകർക്കാൻ പറ്റുമെന്നുള്ള ഒരു ധാരണ വളർത്താൻ സഹായിച്ചു. വാസ്തവത്തിൽ ബ്രിട്ടീഷുകാരുടെ ശക്തിയെ കുറച്ചുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിലയിരുത്തൽ ഇന്ത്യക്കാർക്കിടയിലുണ്ടായി. ഈ ഭരണാധികാരികളെ അട്ടിമറിക്കണമെന്ന ആഗ്രഹം കൊണ്ട് മാത്രം ജനങ്ങൾ കലാപമുണ്ടാക്കിയില്ല. അതോടൊപ്പം തങ്ങൾക്ക് അങ്ങനെ വിജയകരമായി ചെയ്യാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസം ജനങ്ങളിൽ വളർത്താൻ ഈ ഒരു വിലയിരുത്തൽ സഹായിച്ചിട്ടുണ്ട്. 1856 ഡൽഹൌസി പ്രഭു അവധ് കൂട്ടിച്ചേർത്തത് ഇന്ത്യയിൽ പൊതുവെയും അവധിൽ പ്രത്യേകിച്ചും വ്യാപകമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടാക്കി. കുറെ കൂടെ കൃത്യമായിട്ട് അത് അവധിലും കമ്പനി സൈന്യത്തിലും ലഹളയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ഡൽഹൌസിയുടെ പ്രവർത്തനം കമ്പനിയുടെ ശിപ്പായിമാരെ രോഷാകുലരാക്കി. 75,000 ശിപ്പായിമാര് അവധിൽ നിന്നുള്ളവരായിരുന്നു. അഖിലേന്ത്യാ തലത്തിൽ വികാരമൊന്നും ഇല്ലാതിരുന്ന ഈ ശിപ്പായിമാരാണ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളെ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവർക്ക് പ്രാദേശികമായിട്ടുള്ള രാജ്യസ്നേഹം ഉണ്ടായിരുന്നു. തങ്ങളുടെ രാജ്യം വിദേശ നിയന്ത്രണത്തിന് കീഴിൽ വരുന്നത് അവർക്ക് ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല. മാത്രമല്ല അവധിലെ കൂട്ടിച്ചേർത്തത് ശിപ്പായിയുടെ വരുമാനത്തെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം തൻ്റെ കുടുംബത്തിന് അവധിലുണ്ടായിരുന്ന ഭൂമിയുടെ മേൽ ഉയർന്ന നികുതി അവർ നൽകേണ്ടിയിരുന്നു. അവധിനെ കൂട്ടിച്ചേർക്കുന്നതിന് ഡൽഹൌസി മുന്നോട്ട് വെച്ച ന്യായം ജനങ്ങളെ നവാബിന്റെ ദുർഭരണത്തിൽ നിന്നും താലൂക്ക്ദാരുടെ പീഡനങ്ങളിൽ നിന്നും രക്ഷിക്കേണ്ടതുണ്ട് എന്നതായിരുന്നു. എന്നാൽ പ്രായോഗികമായിട്ട് ഉയർന്ന ഭൂനികുതിയും ഭരണവസ്തുക്കൾ, വീടുകൾ, കടത്തുകൾ, കറുപ്പ്, നീതിന്യായ ഭരണം എന്നിവയുടെ മേൽ നികുതികൾ നൽകേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നവാബിൻ്റെ ഭരണവും സൈന്യവും പിരിച്ചുവിട്ടത് മൂലം ആയിരക്കണക്കിന് പ്രഭുക്കന്മാരും മാന്യന്മാരും ഉദ്യോഗസ്ഥരും അനുചരന്മാരും അതോടൊപ്പം സൈന്യത്തിലെ അധികാരികളും സൈനികരും ജോലി നഷ്ടപ്പെട്ടവരാകുകയും ഏതാണ്ട് എല്ലാ കർഷക കുടുംബങ്ങളിലും തൊഴിലില്ലായ്മ ഉടലെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അവധിലെ കൊട്ടാരത്തിനും രാജസദസ്സിനും പ്രഭുക്കന്മാർക്കും ചെയ്യുന്ന സേവനങ്ങൾ കൊണ്ട് ജീവനമാർഗം കണ്ടെത്തിയിരുന്ന കച്ചവടക്കാർക്കും കടയുടമകൾക്കും കൈവേലക്കാർക്കും അത് നഷ്ടമാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തന്നെയുമല്ല ഭൂരിപക്ഷം താലൂക്ക്ദാർമാരുടെ അഥവാ ജമീന്ദാർമാരുടെ സ്വത്തുക്കൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ചെയ്തു. ഏതാണ്ട് 21,000-ഓളം വരുന്ന ഈ താലൂക്ക്ദാർമാർ നഷ്ടപ്പെട്ട ഭൂസ്വത്തുക്കളും സ്ഥാനമാനങ്ങളും വീണ്ടെടുക്കാനുള്ള ഉദ്വേഗത്തോടെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഏറ്റവും അപകടകാരികളായിട്ട് മാറുകയാണ് ചെയ്തത്. മറ്റ് പല രാജ്യങ്ങളെ പോലെ അവധ് ഡൽഹൌസി കൂട്ടിച്ചേർത്തത് നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളെ ഭയചകിതരാക്കി. ഏറ്റവും താഴ്മയോടെയുള്ള വിശ്വസ്തതയ്ക്ക് പോലും ഭൂപ്രദേശങ്ങൾക്ക് വേണ്ടിയുള്ള ബ്രിട്ടീഷുകാരുടെ ആർത്തിയെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഇന്ത്യയിലെ ഭരണാധികാരികളുമായി വാക്കാലുള്ളതും എഴുതി വയ്ക്കപ്പെട്ടതുമായിട്ടുള്ള ഉറപ്പുകളും സന്ധികളും ആവർത്തിച്ച് ലംഘിച്ചുകൊണ്ട് അവയെ പിടിച്ചെടുക്കുകയോ അവരെ കീഴടക്കുകയോ തങ്ങൾ നിർദ്ദേശിക്കുന്നവരെ രാജസ്ഥാനത്തേക്ക് അടിച്ചേൽപ്പിക്കുകയോ ചെയ്തതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ രാഷ്ട്രീയ വിശ്വാസ്യത ഇല്ലാതാവാൻ തുടങ്ങി. ഉദാഹരണമായിട്ട് പിടിച്ചെടുക്കലിൻ്റെയും കീഴടക്കലിൻ്റെയും ഈ നയമാണ് നാനാ സാഹിബിൻ്റെയും ഝാൻസി റാണിയുടെയും ബഹദൂർ ഷായുടെയും നേരെ ബഹദൂർ ഷായുടെയും നേരെ ബ്രിട്ടീഷുകാർ അനുവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അവസാന പേഷ്വായിട്ടുള്ള ബാജിറാവു രണ്ടാമൻ്റെ വളർത്തുപുത്രനാണ് നാനാ സാഹിബ്. ബാജിറാവു രണ്ടാമന് നൽകിയ പെൻഷൻ നാനാ സാഹിബിന് തുടർന്ന് നൽകാൻ ബ്രിട്ടീഷുകാർ വിസമ്മതിച്ചു. മാത്രമല്ല കുടുംബത്തിൻ്റെ സ്വന്തം ദേശമായ പൂനെയിൽ നിന്ന് വളരെ അകന്ന് കാൺപൂരിൽ ജീവിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിക്കുകയും ചെയ്തു. അതുപോലെ ഝാൻസി പിടിച്ചെടുക്കണമെന്ന ബ്രിട്ടീഷുകാരുടെ നിർബന്ധം മരിച്ചുപോയ ഭർത്താവിൻ്റെ പിൻഗാമിയായി വളർത്തുമകനെ വാഴിക്കണമെന്ന് ലക്ഷ്മിബായി ആഗ്രഹിച്ചിരുന്നു. അത് ബ്രിട്ടീഷുകാർ വിസമ്മതിച്ചു. ഇതിനെതിരെയാണ് ലക്ഷ്മിബായി പടപൊരുതിയിട്ടുണ്ടായിരുന്നത്. ബഹദൂർ ഷായുടെ പിൻഗാമി ചരിത്ര പ്രാധാന്യമുള്ള ചെങ്കോട്ട ഉപേക്ഷിച്ച് ഡൽഹിയുടെ പ്രാന്തത്തിലുള്ള കുത്തബിലെ ഒരു സാധാരണ ഭവനത്തിലേക്ക് താമസം മാറ്റണമെന്ന് 1849 ഡൽഹൌസി പ്രഖ്യാപിച്ചു. ഇത് മുഗൾ കുടുംബത്തിന് ഒരു അപമാനമായിട്ട് മാറി. ഇതോടുകൂടി മുഗൾ കുടുംബവും ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു. ബഹദൂർ ഷായുടെ മരണത്തിന് ശേഷം മുഗളർക്ക് രാജാവ് എന്ന പദവി നഷ്ടപ്പെടുമെന്നും രാജകുമാരന്മാർ എന്ന സ്ഥാനപ്പേരിന് മാത്രമേ അവകാശമുണ്ടായിരിക്കൂ എന്നും 1856 കാനിങ് പ്രഭു പ്രഖ്യാപിച്ചു.
ഈ കാലങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ രാജകുടുംബങ്ങളെയും ബ്രിട്ടീഷുകാർക്കെതിരെ തിരിക്കുന്നതിന് പര്യാപ്തമായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ജനങ്ങളെ അണിനിരത്തിയ ഒരു പ്രധാനപ്പെട്ട ഘടകം മതത്തെ അപകടത്തിലാക്കുമെന്നുള്ള ഒരു പേടിയായിരുന്നു. ഈ ഒരു പേടി പ്രധാനമായും ക്രിസ്തീയ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഉണ്ടായതാണ്. ക്രിസ്തീയ മിഷണറിമാരെ എവിടെയും കാണാം. സ്കൂളുകളിൽ, ആശുപത്രികളിൽ, ജയിലുകളിൽ, ചന്തസ്ഥലങ്ങളിൽ, ഇവിടെയൊക്കെ തന്നെ അവർ മതം മാറ്റാൻ ശ്രമിക്കുകയും ഹിന്ദുമതത്തിലെയും ഇസ്ലാം മതത്തിലെയും പരസ്യമായിട്ട് അവർ മോശമായിട്ട് രീതിയിൽ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങളുടെ പ്രിയപ്പെട്ട കീഴ്വഴക്കങ്ങളെയും പാരമ്പര്യങ്ങളെയും അവർ തുറന്ന് പരിഹസിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തു. ഇതിനെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചു. മാത്രമല്ല, അവർക്ക് പോലീസ് സംരക്ഷണം നൽകി. അതായത് ഈ മിഷണറിമാർക്ക് പോലീസ് സംരക്ഷണം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അവർ നടത്തിയ മതം മാറ്റം തങ്ങളുടെ മതത്തിന് നേരെയുള്ള ഭീഷണിയുടെ സജീവമായ തെളിവുകളാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുകയും അവർ പ്രതികരിക്കുകയും ചെയ്തു. മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ വിദേശി ഗവൺമെൻറ് പിന്തുണയ്ക്കുന്നുണ്ടെന്ന ജനങ്ങളുടെ സംശയം ഗവൺമെൻറ് ചില പ്രവർത്തികളാലും ചില ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനങ്ങളാലും കുറെ കൂടി അവർ ഉറപ്പുള്ളതാക്കി മാറ്റി. ക്രിസ്തുമതത്തിലേക്ക് മാനസാന്തരപ്പെട്ട വ്യക്തിക്ക് പിതൃസ്വത്തിൽ അവകാശം നൽകിക്കൊണ്ട് 1850 ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കി. മാത്രമല്ല, ഗവൺമെൻറ് ചെലവിൽ സൈന്യത്തിൽ ക്രിസ്തീയ പുരോഹിതന്മാരെ ചാപ്ലൈൻമാരായി നിലനിർത്തി. ക്രിസ്തീയ മിഷണറിമാരുടെ പ്രചാരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും ഗവൺമെൻറ് സ്കൂളുകളിലും ജയിലുകളിൽ പോലും ക്രിസ്തീയ പഠനത്തിന് അവസരമൊരുക്കുന്നതും മതപരമായ ചുമതലയാണെന്ന് സൈനികരും അല്ലാത്തതുമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ കരുതിയിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് അവർ ക്രിസ്ത്യൻ മിഷണറിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇന്ത്യയിലെ പരിഷ്കർത്താക്കളുടെ ഉപദേശപ്രകാരം ഗവൺമെൻറ് കൈക്കൊണ്ട മനുഷ്യത്വപരമായിട്ടുള്ള ചില നടപടികൾ പല ആൾക്കാരെയും ശോഭിക്കുകയാണ് ചെയ്തത്. അതായത് മതപരവും സാമൂഹികവുമായ യാഥാസ്ഥിക വികാരങ്ങളെ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള പരിഷ്കാരങ്ങളായിരുന്നു. മതത്തിലും ആചാരങ്ങളിലും ഇടപെടേണ്ട യാതൊരു കാര്യവും ഒരു വിദേശ ക്രിസ്തീയ ഗവൺമെന്റിന് ഇല്ല എന്നവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. സതീ സമ്പ്രദായത്തിന്റെ നിരോധനം, വിധവാ വിവാഹത്തിന് നിയമപരമായ അംഗീകാരം, പെൺകുട്ടികൾക്ക് പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഒരുക്കിയ സൗകര്യങ്ങൾ, ഇതൊക്കെയായിരുന്നു ഈ ഒരു ഇടപെടലായിട്ട് അന്നത്തെ യാഥാസ്ഥിക ചിന്താഗതിക്കാർ കരുതിയിട്ടുണ്ടായിരുന്നത്. മുൻകാലങ്ങളിൽ ഇന്ത്യക്കാരായ ഭരണാധികാരികളുടെ കീഴിൽ നികുതി ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ക്ഷേത്രങ്ങളുടെയും മോസ്കുകളുടെയും ഭൂമിക്കും അവയുടെ പുരോഹിതന്മാരുടെയും ധർമ്മസ്ഥാപനങ്ങളുടെയും ഭൂമിക്കും നിശ്ചയിച്ച നികുതി നയങ്ങൾ ഇതും അവരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്താൻ തുടങ്ങി. മാത്രമല്ല, ഈ ഭൂമികളെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന അനേകം ബ്രാഹ്മണ മുസ്ലിം കുടുംബങ്ങൾ ഇവർക്കെതിരെ തിരിയുകയും ഇവരുടെ ഭൂമി ബ്രിട്ടീഷുകാരുടെ അധീനതയിലേക്ക് പോകുന്നതിന് അവർ തടയുകയും ചെയ്തു. കമ്പനിയിലെ ശിപ്പായിമാരുടെ ലഹളയോടെയാണ് 1857 കലാപം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമർപ്പിത സേവനം കൊണ്ട് ഇന്ത്യ കീഴടക്കാൻ കമ്പനിയെ പ്രാപ്തമാക്കുകയും സമൂഹത്തിൽ ഉയർന്ന സ്ഥാനവും സാമ്പത്തിക സുരക്ഷിതവും അനുഭവിക്കുകയും ചെയ്ത ശിപ്പായിമാർ എന്തുകൊണ്ടായിരിക്കാം പെട്ടെന്ന് കലാപകാരികളായിട്ടുണ്ടാവുക? ഇവിടെ ശിപ്പായിമാർ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ മറ്റ് ഇന്ത്യക്കാരെ പോലെ അവരും അവരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചും ബ്രിട്ടീഷ് ഗവൺമെൻറ് ദുരിതങ്ങളെക്കുറിച്ചും അവർ ചിന്തിക്കാൻ തുടങ്ങി. സമൂഹത്തിലെ മറ്റ് വിഭാഗങ്ങളുടെ, പ്രത്യേകിച്ചും കർഷകരുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും നിരാശകളും അവർക്ക് അതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു ചിന്ത വളർന്നു വന്നു. ശിപ്പായിമാർ വാസ്തവത്തിൽ യൂണിഫോം അണിഞ്ഞ ഒരു കർഷകനായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ നാശകരമായ സാമ്പത്തിക അനന്തരഫലങ്ങളാൽ പ്രിയപ്പെട്ടവർ കഷ്ടപ്പെട്ടെങ്കിൽ ആർക്കും ഈ ദുരിതങ്ങൾ അനുഭവവേദ്യമാകുന്ന രീതിയിലുള്ളതായിരുന്നു. അതായത് സ്വന്തം പ്രിയപ്പെട്ടവരുടെ കഷ്ടപ്പാടുകൾ അവർ നേരിട്ട് അറിയുന്നുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ മതത്തിൽ ഇടപെടുന്നുവെന്നും എല്ലാ ഇന്ത്യക്കാരെയും ക്രിസ്തുമതത്തിലേക്ക് മതം മാറ്റം നിശ്ചയിച്ചിരിക്കുകയാണെന്നുള്ള ഒരു പൊതുവിശ്വാസം അവരിലുണ്ടായിരുന്നു. സ്വന്തം അനുഭവങ്ങളും അവരെ ആ രീതിയിൽ ചിന്തിക്കുന്ന തരത്തിലുള്ളായിരുന്നു. രാജ്യത്തിൻ്റെ ചെലവിലാണ് സൈന്യം ബ്രിട്ടീഷ് ചാപ്ലൈന്മാരെ പോറ്റി വളർത്തിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ചില ബ്രിട്ടീഷ് ഓഫീസർമാർ വിശ്വാസ തീഷ്ണതയിൽ ശിപ്പായിമാർക്കിടയിൽ ക്രിസ്തീയ പ്രചാരണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ മതങ്ങളെക്കുറിച്ച് അവർക്ക് അവരുടേതായ ആവലാതികൾ ഉണ്ടായിരുന്നു. അക്കാലത്ത് ഇന്ത്യക്കാർ ജാതി നിയമങ്ങളും മറ്റും ആചരിക്കുന്നതിൽ വളരെ കണിശക്കാരായിരുന്നു. ശിപ്പായിമാർ ജാതിയും മതവിഭാഗങ്ങളും തിരിച്ചറിയിക്കുന്ന അടയാളങ്ങളും താടിമീശയും തലപ്പാവും ധരിക്കുന്നത് സൈനികാധികാരികൾ നിരോധിക്കാൻ തുടങ്ങി. ആവശ്യമെങ്കിൽ കടൽ കടന്നും സേവനമനുഷ്ഠിക്കണമെന്ന് അവരെ നിർബന്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ക്ഷത്രിയരായുള്ള ശിപ്പായിമാർക്ക് കടൽ കടന്ന് യുദ്ധം ചെയ്യാൻ ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. അവരെ അതിനുവേണ്ടി അവർ നിർബന്ധിച്ചു. സൈന്യത്തിൽ ചേരുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും
കടൽ കടന്ന് യുദ്ധം ചെയ്യുമെന്ന്, അതായത് ആവശ്യമെങ്കിൽ കടൽ കടന്ന് യുദ്ധം ചെയ്യുമെന്ന് അവർ പ്രതിജ്ഞ ചെയ്യൽ നിർബന്ധമായിരുന്നു. അപ്പോൾ അക്കാലത്തെ ഹിന്ദുക്കളുടെ മതവിശ്വാസമനുസരിച്ച് കടലിനക്കരെ യാത്ര പോകുന്നത് നിരോധിച്ചിരിക്കുന്നതും അങ്ങനെ ചെയ്യുന്നത് ജാതി നഷ്ടപ്പെടുന്നതിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ശിപ്പായിമാർക്ക് മറ്റ് ആവലാതികളുണ്ട്. എന്താണ്? ഓഫീസർമാരും ശിപ്പായിമാരും തമ്മിൽ വലിയ അകൽച്ച ഉണ്ടായിരുന്നു. പലപ്പോഴും ബ്രിട്ടീഷുകാരായ ഓഫീസർമാർ ശിപ്പായിമാരോട് ഇടപെട്ടത് പുച്ഛത്തോടെയാണ്. ശിപ്പായീസ് എന്ന് പറഞ്ഞ് അവർ കളിയാക്കി വിളിച്ചതാണ്. അപ്പോൾ ഒരു സമകാലീന ആ കാലത്തുള്ള ഇംഗ്ലീഷ് നിരീക്ഷകൻ പറയുന്നുണ്ട്, ഓഫീസർമാരും പട്ടാളക്കാരും തമ്മിൽ സുഹൃത്തുക്കളെ പോലെയല്ല, അപരിചിതരെ പോലെയാണ് അവർ പരസ്പരം ഇടപെട്ടത്. മേന്മ കുറഞ്ഞ ഒരു ജീവി എന്ന നിലയിലാണ് ശിപ്പായി എന്ന് കണക്കാക്കപ്പെട്ടത്. ശപിക്കുകയും അവനോട് പരുഷമായി പെരുമാറുകയും ചെയ്യും. കറമ്പൻ എന്നാണ് അവനെക്കുറിച്ച് അവർ സംസാരിക്കുന്നത്. അവനെ പന്നി എന്നാണ് അവർ അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറെ കൂടി പ്രായം കുറഞ്ഞവർ അവനെ ഒരു നികൃഷ്ട ജീവിയായിട്ട് കണക്കാക്കുകയും ചെയ്യും. ഒരു ബ്രിട്ടീഷ് പടയാളിയുടെ അത്ര തന്നെ സമർത്ഥനാണെങ്കിലും ഒരു ശിപ്പായിക്ക് ബ്രിട്ടീഷ് പടയാളിയേക്കാൾ കുറഞ്ഞ വേതനവും മോശം താമസ സൗകര്യവും ഭക്ഷണവുമായിരുന്നു നൽകിയിരുന്നത്. ഒരു മാസം 60-70 രൂപ ശമ്പളം ലഭിക്കുന്ന സുബേദാർക്കപ്പുറം ഉയരാൻ ഒരു ഇന്ത്യക്കാരനും അവസരം നൽകിയിരുന്നില്ല. മാത്രമല്ല ശിപ്പായിമാരുടെ ജീവിതം വളരെയധികം കഷ്ടപ്പാടുകൾ നിറഞ്ഞതും കൂടി ആയിരുന്നു. കൃത്രിമവും അടിച്ചേൽപ്പിക്കുന്നതുമായുള്ള ഒരു താഴ്ന്ന അവസ്ഥയെ ശിപ്പായി സ്വാഭാവികമായിട്ടും വെറുത്തു. ഇവിടെ വിട്ടുപോയിട്ടുണ്ട്, നമുക്ക് പറയാം. ബ്രിട്ടീഷ് ചരിത്രകാരനായിട്ടുള്ള TR ഹോംസിൻ്റെ അഭിപ്രായത്തിൽ ഒരു ഹൈദരുടെ സൈനിക സാമർത്ഥ്യത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചാലും ഇംഗ്ലീഷുകാരനായ ഒരു സബാൾട്ടേണിൻ്റെ താഴ്ന്ന തലത്തിലെ ഒരു പടയാളിയുടെ ശമ്പളം പോലും ലഭിക്കില്ലെന്നും 30 വർഷത്തെ വിശ്വസ്ത സേവനത്തിന് ശേഷം ലഭിക്കാവുന്ന ഔദ്യോഗിക സ്ഥാനം ഇംഗ്ലണ്ടിൽ നിന്ന് പുതുതായി വരുന്ന ഒരു എൻസൈൻ്റെ, അതായത് താഴ്ന്ന തട്ടിലെ ഒരു ഓഫീസറിൻ്റെ ധിക്കാരം നിറഞ്ഞ ആജ്ഞകളിൽ നിന്ന് തന്നെ സംരക്ഷിക്കുകയില്ലെന്നും അയാൾക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഒരു ഹൈദരലി, അതായത് ഏറ്റവും ടോപ്പിലുള്ള ഒരു മൈസൂർ സുൽത്താനായിട്ടുള്ള ഹൈദരലിയുടെ പവറുള്ള ആളാണെങ്കിൽ പോലും ഏറ്റവും താഴ്ന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള സബാൾട്ടേണിൻ്റെ പദവി പോലും നൽകിയിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് അർഹമായ പദവി സൈന്യത്തിൽ കൊടുത്തിരുന്നില്ല. അവർക്ക് എത്ര കഴിവുണ്ടായാലും അവരെ ഒരിക്കലും അംഗീകരിക്കാതിരിക്കൽ അവരെ വളരാൻ അനുവദിക്കാതിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. സിന്ധിലും പഞ്ചാബിലും സേവനമനുഷ്ഠിക്കുമ്പോൾ വിദേശ സേവനത്തിലുള്ള ബത്ത് ലഭിക്കില്ലെന്ന സമീപകാലത്തെ ഒരു ഔദ്യോഗിക അറിയിപ്പ് ശിപ്പായിയുടെ അതൃപ്തിക്കുള്ള മറ്റൊരു കാരണമായിരുന്നു. കൂടുതൽ ശിപ്പായിമാരുടെ ശമ്പളത്തിൽ വൻ കുറവ് വരുത്താൻ വേണ്ടി ഗവൺമെൻറ് ഓർഡർ ഇറക്കി. അനേക ശിപ്പായിമാരുടെ സ്വന്തം രാജ്യമായിരുന്ന അവധ് പിടിച്ചെടുത്തു. അതായത് ഇവരുടെയൊക്കെ സ്വന്തം രാജ്യമായിരുന്ന അവധ് ഇവരുടെ കൈകളിലാണ്. ഇവരുടെ ശമ്പളം കുറയ്ക്കുകയും ചെയ്തു. അപ്പം ശിപ്പായിമാരുടെ അതൃപ്തിക്ക് വാസ്തവത്തിൽ ഒരു നീണ്ട ചരിത്രം തന്നെ ഉണ്ടായിരുന്നു. 1764 തന്നെ ബംഗാളിൽ ഒരു ശിപ്പായി ലഹള പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. 30 ശിപ്പായിമാരുടെ ശരീരങ്ങൾ പീരങ്കിയുടെ കുഴലിൻ്റെ ദ്വാരത്തോട് ചേർത്ത് വെച്ച് പൊട്ടിച്ചിതറിച്ചുകൊണ്ടാണ് അധികാരികൾ അതിനെ അമർച്ച ചെയ്തത്. 1806 വെല്ലുവിലെ ശിപ്പായികൾ കലാപമുണ്ടാക്കി. എന്നാൽ ഭയാനകമായ ക്രൂരതയോടെ അതിനെ തകർത്തു. ആ പോരാട്ടത്തിൽ 700 ആളുകൾ മരിച്ചിട്ടുണ്ട്. 1824 ബരക്പൂരിലെ ശിപ്പായിമാരുടെ 47-ാം റെജിമെൻറ്റ് കടൽ മാർഗം ബർമ്മയിലേക്ക് പോകാൻ വിസമ്മതിച്ചു. ആ റെജിമെൻറ്റിനെ പിരിച്ചുവിടുകയും നിരായുധരായ പുരുഷന്മാരെ പീരങ്കികൾ കൊണ്ട് വെടിവെക്കുകയും ശിപ്പായിമാരുടെ നേതാക്കളെ തൂക്കിലേറ്റുകയും ചെയ്തു. 1844 ശമ്പളത്തിൻ്റെയും ഭത്തയുടെയും പേരിൽ 7 ബറ്റാലിയനുകൾ ലഹളയുണ്ടാക്കി. അതുപോലെ അഫ്ഗാനിലെ ശിപ്പായിമാർ അഫ്ഗാൻ യുദ്ധത്തിൻ്റെ സമയത്ത് ലഹളയുടെ വക്കിലായിരുന്നു. 2 സുബേദാർമാർ, ഒരാൾ മുസ്ലിമും ഒരാൾ ഹിന്ദുവും, സൈന്യത്തിലെ അതൃപ്തി വിളിച്ചറിയിച്ചതിന് അവരെ വെടിവെച്ചു കൊന്നു. ശിപ്പായിമാരുടെ ഇടയിൽ അസംതൃപ്തി വളരെ വ്യാപകമായിരുന്നു. അതുകൊണ്ടാണ് 1858 ബംഗാളിലെ ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന ഫ്രെഡറിക് ഹാലിഡെ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത്: ബംഗാൾ സൈന്യം ഏറെക്കുറെ കലാപകാരികളും എല്ലായ്പ്പോഴും കലാപത്തിൻ്റെ വക്കിലും ഒരു സമയത്തല്ലെങ്കിൽ മറ്റൊരു സമയത്ത് പ്രകോപനവും അവസരവും ഒത്തുചേർന്ന് വന്നാലുടൻ കലാപമുണ്ടാക്കുന്ന അവസ്ഥയിലുമായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള പീഡനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജീവിക്കുന്ന സമയമായിരുന്നു ശിപ്പായിമാർ. അതാണ് 1857 കലാപത്തിലേക്ക് എത്തിച്ചുള്ളത്. ഇങ്ങനെ കമ്പനിയുടെ സൈന്യത്തിലുള്ള പട്ടാളക്കാരുടെയും വളരെയേറെ ഇന്ത്യക്കാരുടെയും ഇടയിൽ വൈദേശിക ഭരണത്തോട്
തീക്ഷ്ണമായുള്ള വെറുപ്പും വിദ്വേഷവും വളർന്നുകൊണ്ടിരുന്നു. ഈ വികാരത്തെക്കുറിച്ച് പിന്നീട് സയ്യിദ് അഹമ്മദ് ഖാൻ തൻ്റെ കോസസ് ഓഫ് ഇന്ത്യൻ മ്യൂട്ടിനിയിൽ പറയുന്നുണ്ട്. എല്ലാ നിയമങ്ങളും പാസ്സാക്കുന്നത് തങ്ങളെ തരം താഴ്ത്താനും നശിപ്പിക്കാനും തങ്ങളുടെയും രാജ്യത്തിലുള്ള മറ്റുള്ളവരുടെയും മതം എടുത്തു കളയാനുമാണെന്ന് ഇന്ത്യൻ ജനത ചിന്തിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷ് ഗവൺമെൻറ് സാവധാനം കൊല്ലുന്ന വിഷമാണെന്നും അപകടകരമായി ചതിക്കുന്ന തീനാളമാണെന്നും എല്ലാ മനുഷ്യരും കരുതുന്ന ഒരു സമയം അവസാനം വന്നു ചേർന്നു. ഇന്ന് ഗവൺമെൻറ്റിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നാളെ അതിൻ്റെ പിടിയിലാകും, അതല്ലെങ്കിൽ മറ്റന്നാൾ തങ്ങളുടെ നാശമായിരിക്കും എന്ന് ജനങ്ങൾക്ക് ബോധ്യമായി. അപ്പോൾ ഗവൺമെൻറ് ഒരു മാറ്റമുണ്ടാകുന്നത് ജനങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങി. ബ്രിട്ടീഷ് ഭരണം മാറി മറ്റൊന്ന് ആ സ്ഥാനത്ത് വരുന്നുവെന്ന ചിന്ത അവരിൽ ആഹ്ലാദം ഉണ്ടാക്കാൻ തുടങ്ങി. ഇതാണ് അവർ 1857 വിപ്ലവത്തിലേക്ക് നയിച്ചതെന്ന് അഹമ്മദ് ഖാൻ, സർ സയ്യിദ് അഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ കോസസ് ഓഫ് ഇന്ത്യൻ മ്യൂട്ടിനി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ഡൽഹിയിലെ കലാപകാരികൾ പുറത്തിറക്കിയ പ്രഖ്യാപനത്തിൽ അദ്ദേഹം അവർ പരാതിപ്പെടുന്നുണ്ട്. ഹിന്ദുസ്ഥാനിൽ അവർ 200 രൂപ കുടിശ്ശിക ഉണ്ടായിരുന്നിടത്ത് 300 രൂപ നികുതി പിരിച്ചു. 400 രൂപ ആവശ്യപ്പെടേണ്ട സ്ഥാനത്ത് 500 രൂപയും. എന്നിട്ടും അവർ തങ്ങൾക്ക് ആവശ്യപ്പെടുന്ന തുക ഉയർത്താനാണ് ശ്രമിച്ചുകൊണ്ടേയിരുന്നത് എന്ന് പറഞ്ഞാൽ കർഷകരുടെ പ്രതിഷേധത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിന് ആളുകൾ നശിക്കുകയും യാചകരാകുകയും ചെയ്യേണ്ടി വന്നു. രണ്ടാമത്തത് ചൗക്കിദാരി കരം ഇരട്ടിക്കുകയും 4 ഇരട്ടിയും 10 ഇരട്ടിയുമായിട്ട് വർദ്ധിപ്പിച്ചതും ജനങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചു. മൂന്നാമത്തേത് ബഹുമാന്യരും വിദ്യാസമ്പന്നരുമായ എല്ലാ മനുഷ്യരുടെയും ജോലി നഷ്ടപ്പെടുകയും ദശലക്ഷക്കണക്കിന് ആളുകൾ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി കഷ്ടത്തിലാവുകയും ചെയ്തു. അപ്പോൾ ഒരുവൻ ജോലി അന്വേഷിക്കാൻ നിശ്ചയിച്ച് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോകുമ്പോൾ ഓരോ വണ്ടിയും 4 മുതൽ 8 വരെ അണയും നൽകണം. പണമടയ്ക്കുന്നവർക്കും മാത്രമേ പൊതുവഴിയിലൂടെ യാത്ര ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ഏകാധിപതികളുടെ പീഡനത്തെക്കുറിച്ച് എത്രമാത്രമാണ് നമുക്ക് വിവരിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഏകാധിപതികളുടെ ജീവിതത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഗവൺമെൻറ് ഓരോരുത്തരുടെയും മതത്തെ അട്ടിമറിക്കാൻ നിശ്ചയിക്കുന്നത് വരെ ഈ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്, അതായത് ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെയാണ് കലാപകാരികൾ ശക്തമായിട്ട് പരാതിപ്പെട്ടത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ നയങ്ങളോടും സാമ്രാജ്യത്വ ചൂഷണങ്ങളോടും പൊതുജനങ്ങൾക്കുള്ള അസംതൃപ്തിയുടെ ഏറ്റവും ടോപ്പിലെത്തിയത് 1857 വിപ്ലവ സമയത്തായിരുന്നു. എന്നാൽ അത് പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യമല്ല. ഇന്ത്യ ആകമാനം ഒരു നൂറ്റാണ്ടോളം ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിനോട് ശക്തമായിട്ട് പ്രതികരിച്ചു നിന്നതിൻ്റെ എല്ലാ ജനങ്ങളും ഒരുമിച്ച്, അതായത് നാട്ടുരാജാക്കന്മാരും സാധാരണക്കാരും എല്ലാ വിഭാഗം ജനങ്ങളും ഒരുപോലെ ചേർത്ത് നിന്ന ഒരു കലാപമായിരുന്നു 1857 വിപ്ലവം. ബംഗാളിലും ബീഹാറിലും ബ്രിട്ടീഷ് ഭരണം സ്ഥാപിച്ചതോടുകൂടി സായുധ കലാപങ്ങൾ തുടങ്ങി. ഒന്നൊന്നായി കീഴടക്കിയ പ്രദേശങ്ങളിലെല്ലാം ഇങ്ങനെ സംഭവിച്ചു. രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തല്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് സായുധ എതിർപ്പില്ലാത്ത ഒരു വർഷമോ ഒരു ചെറിയ കാലഘട്ടമോ പോലും ഉണ്ടായിരുന്നില്ല. 1763 മുതൽ 56 വരെ 1763 മുതൽ 1856 വരെ 40 പ്രധാനപ്പെട്ട കലാപവും പ്രാധാന്യം കുറഞ്ഞ 100 കണക്കിന് കലാപങ്ങളും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നു. ഈ കലാപങ്ങൾ പലപ്പോഴും നയിച്ചത് രാജാക്കന്മാരും നവാബുമാരും ജമീന്ദാർമാരും ഭൂപ്രഭുക്കന്മാരുമായിരുന്നു. എന്നാൽ അവരുടെ കലാപങ്ങൾ സൈന്യം, കർഷകര്, കൈവേലക്കാര്, സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ട ഇന്ത്യയിലെ രാജാക്കന്മാർ, നിരായുധരാക്കപ്പെട്ട ജമീന്ദാർമാർ, പടയാളന്മാർ, ഇവരുടെ എല്ലാം ശക്തമായിട്ടുള്ള നേതൃത്വത്തോടു കൂടി 1857 വിപ്ലവത്തിൽ ബ്രിട്ടീഷുകാരുടെ അവരുടെ ഭരണത്തിൻ്റെ അവസാനത്തിലേക്കുള്ള ഒരു വഴി തെളിക്കാൻ കാരണമായി. ഏതാണ്ട് തുടർച്ചയായിട്ടുള്ള ഈ കലാപങ്ങൾ മൊത്തത്തിൽ ഏറെ ശക്തമായിരുന്നു. എങ്കിലും ഈ ഒരു യുദ്ധത്തിൻ്റെ ലക്ഷ്യം പൂർണ്ണമായി നേടിയെടുക്കാൻ സാധിച്ചില്ല. കാരണം അവ പ്രാദേശികമായി മാത്രം വ്യാപിച്ച യുദ്ധമായിട്ട് ചില ഏരിയകളിൽ മാറിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ബ്രിട്ടീഷ് അനുകൂലികളായ ജമീന്ദാർമാർ അവരെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ച വിജയത്തിലേക്ക് എത്താൻ 1857 വിപ്ലവത്തിന് കഴിഞ്ഞില്ല. എങ്കിലും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് ഒരു അനക്കം, അവർക്കൊരു ഇന്ത്യയിൽ നിന്ന് പോകാനുള്ള ഒരു ഇളക്കം ഉണ്ടാക്കാൻ ഈ ഒരു വിപ്ലവത്തിന് സാധിച്ചു. ഇനി നമുക്ക് പറയാനുള്ളത് 1857 വിപ്ലവത്തിലേക്ക് നയിച്ച പെട്ടെന്നുള്ള കാരണങ്ങളെക്കുറിച്ചാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. ഓക്കെ, താങ്ക് യു.